നമ്മുടെ കുക്കിംഗ് ലാബിലേക്ക് കയറിയിരിക്കുകയാണ്. വേണ്ട കപ്പ സെറ്റാക്കി എല്ലാം കഴുകി. മഴയായതുകൊണ്ട് മൊത്തം എല്ലാം കുളമായിപ്പോയി. മഴ ഒന്ന് റെഡിയാക്കാനുള്ള പരിപാടിയാണ്. സാധനം പച്ചയാണ്. എന്താ അപ്പം ഇത് ഇവനെ നമ്മളൊന്ന് സെറ്റാക്കിയിട്ട് നമ്മളിങ്ങനെ പച്ച മീനെ വാങ്ങിക്കാറുള്ളൂ. അത് ചീഞ്ഞ സാധനമൊന്നും നമ്മൾ വാങ്ങിക്കരുത്. അത് നമ്മൾ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവനെ വറുത്തരച്ച് തേങ്ങയായിട്ട് വറുത്തരച്ച് കപ്പയായിട്ടൊരു പരിപാടിയുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മളിത് തേങ്ങ, ഉലുവ, വേപ്പില എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുകയാണ്. നന്നായിട്ട് മതിയാണ്. അപ്പം നെമ്മീനിവിടെ വൈഫ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല നാടൻ കപ്പ കിട്ടി. കപ്പയും നെമ്മീനും കൂടെയുള്ളൊരു ലോ ഫ്ലെയിമിൽ നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്തെടുത്തേച്ചാൽ മതി. ഒത്തിരി തീ കൂട്ടി വെക്കേണ്ടത്, കരി. ഒരാൾ തന്നെയാണ് കുക്കിങ്ങും വീഡിയോ പിടുത്തവും എല്ലാം കൂടെ. സംഭവം ഇത് കരിയാതെ നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മൊബൈൽ കറക്റ്റ് ചെയ്ത് പിടിക്കണം. ഭയങ്കര പണിയാണ്. നെമ്മീൻ്റെ ആശാട്ടിയാണ് ഇവർ. നല്ല ഫ്രഷാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ കടൽ അടുത്തായതുകൊണ്ട് നമുക്ക് നല്ല ഫ്രഷ് മീൻ. അപ്പം ആ മീനാണ് നമ്മളെടുത്ത് കറക്റ്റ് ചെയ്യുന്നത്. ഈ വറയൊക്കെ അങ്ങ് മൂത്ത് സെറ്റായി വരാം. അതാണ് അതിൻ്റെ ഒരു പാങ്ങെന്ന് പറയുന്നത്. അപ്പം നമ്മൾ പിന്നെ ജസ്റ്റ് സ്മെല്ല് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. നോക്കിയായ തേങ്ങ ഒരുവിധം മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ അവരവരുടെ അളവാണ്. നമ്മളെല്ലാം 2 സ്പൂണും മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 1.5, ഒരു അരക്കപ്പ് തേങ്ങ, ആ ഒരു കണക്കിലാണ് നമ്മളെടുത്തത്. 3-4 മീനേ ഉള്ളൂ, ചെറിയ മീനാണ്. അപ്പം അതിൻ്റെ കണക്കാക്കി നമ്മളെടുത്ത് അത് ബ്രൗൺ കളറാക്കിയിട്ട് നല്ല കട്ടയായിട്ട് കുഴമ്പ് രൂപത്തിൽ മിക്സിയുടെ ജാറിൽ ആദ്യമേ വെള്ളം തൊടാതെ അരച്ചെടുക്കണം. പിന്നെ അരപ്പ് കഴുകുന്ന വെള്ളം മാത്രം മതി. പിന്നെ നമ്മൾ കുടംപുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് തിളപ്പിച്ചിട്ട് അരപ്പ് തിളച്ചതിന് ശേഷമേ മീൻ്റെ കഷ്ണം പെറുക്കി ഇടാവുള്ളൂ. അപ്പം നമ്മുടെ നെമ്മീൻ കറിയൊക്കെ ഏകദേശം ഇപ്പം കപ്പയും നെമ്മീൻ കറിയാണ് നമ്മുടെ ഇന്നത്തെ വെറൈറ്റി. നല്ല പുട്ടുപോലെ വെന്ത കപ്പയാണ്. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പം എന്നാൽ ചുറ്റിച്ചെല്ലാം നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. എണ്ണ തെളിയുന്നവരെ നമ്മൾ വെച്ചതാണ് കേട്ടോ.